കട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം ബലമായി മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കി കോതമംഗലം നഗരത്തിൽ ജനപ്രതിനിധികളടക്കമുള്ളവർ പ്രതിഷേധിക്കുകയാണിപ്പോൾ. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കോൾനാടൻ MLA എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആക്രമണമുണ്ടായ നേര്യമംഗലത്ത് കടകളടച്ച് പ്രതിഷേധിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നേര്യമംഗലം റേഞ്ച് ഓഫീസ് നാട്ടുകാർ ഉപരോധിക്കുന്നുമുണ്ട്. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായുള്ളത്. അലി, ഇപ്പോൾ മാത്യു കോൾനാടനും ഡീൻ കുര്യാക്കോസും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം. ഒരു സംഘർഷത്തിന്റെ സാഹചര്യമായിരുന്നു. മൃതദേഹവുമായുള്ള പ്രതിഷേധം തുടരുകയാണോ? എന്താണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം? തീരെ മോശമാക്കുന്ന നിലപാടിലേക്ക് പോയിരിക്കുക. മാറ്റം വരണ്ടേ? തുടർച്ചയായുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വലിയ പ്രതിഷേധമാണ് ഇടുക്കിയിൽ വരുന്നത്. ഡിവൈഎസ്പിയുമായി വഹിച്ചുകൊണ്ട് ഇപ്പോൾ കോതമംഗലത്ത് റോഡ് ഉപരോധിക്കുന്ന നിലയിലേക്ക്. പറഞ്ഞോളൂ. സ്മൃതി, ഇപ്പോൾ കോതമംഗലത്ത് റോഡ് ഉപരോധിക്കുന്ന നിലയിലേക്ക് ഇന്ദിരയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. അല്പസമയം മുമ്പ് മാത്യു കോൾനാടനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അടക്കമുള്ള ആളുകൾ ഇവിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇന്ദിരയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഈ പ്രതിഷേധം റോഡിലേക്ക് ഇറങ്ങിയത്. ആ ഘട്ടത്തിൽ പോലീസ് ഇത് തടയുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധം തടയുന്ന നിലയിലേക്ക് എത്തി. ആ ഘട്ടത്തിൽ നേതാക്കളും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം ലഭിക്കുന്നതുവരെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നാട്ടുകാർ അതിവൈകാരികമായാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. കാരണം തുടർച്ചയായി ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുകയും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെയോ വനം വകുപ്പിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു നാട്ടുകാരൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇന്നാണ് ഈ കാട്ടാനാക്രമണത്തിൽ ഈ മരണം സംഭവിക്കുന്നത്. തൊട്ട് മുൻപുള്ള ദിവസം 12ഓളം ആനകളെ കൂട്ടമായി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലടക്കം കണ്ടുവെന്നും ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളിൽ മനസ്സിലാകുന്നത്. അല്പസമയം മുമ്പ് മാത്യു കോൾനാടൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു പ്രതികരണം കിട്ടുന്നതുവരെ നിലവിൽ കോതമംഗലത്ത് നടക്കുന്ന ഈ പ്രതിഷേധം തുടരും. ഇപ്പോൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണുള്ളത്. മറ്റൊരു മന്ത്രിയെ ഈ സ്ഥലത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ അയക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മാത്യു കോൾനാടൻ പറഞ്ഞത്. റോഷി അഗസ്റ്റിൻ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന നിലയിൽ റോഷി അഗസ്റ്റിൻ ഇവിടെ പ്രതിഷേധിക്കുന്നവർ സംസാരിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി കാത്തിരിക്കുകയാണ്. ആ പ്രതികരണം ലഭിച്ചാലല്ലാതെ, കൃത്യമായ ഒരു വിശദീകരണം സർക്കാർ പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചാലല്ലാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുള്ളത്. വലിയ പോലീസ് വലയം കോതമംഗലം നഗരത്തിലുണ്ട്. ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം അടക്കം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ പ്രതിഷേധം തുടരുകയാണ്. നാട്ടുകാരും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ്. നാട്ടുകാർ വളരെ വൈകാരികമായുള്ള പ്രതികരണമാണ് നടത്തുന്നത്. കാരണം ഓരോ തവണയും ഓരോ മരണം ഉണ്ടാകുമ്പോൾ മന്ത്രിമാരോ MLA മാരോ ആ ഭാഗത്തേക്ക് എത്തുന്നു, എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ സംഭവം തടയാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഈ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഗുരുതരമായ വിമർശനമാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ ഇന്ദിരയുടെ മരണം സംഭവിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫെൻസിംഗ് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത്തരത്തിൽ ആ ഘട്ടത്തിൽ ഒരു ഫെൻസിംഗ് അവിടെ പണിതിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഇന്ദിരയുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. 78 വയസ്സുള്ള വ്യക്തിയായിരുന്നു ഇന്ദിര. അതുകൊണ്ട് തന്നെ വീട്ടിൽ കൂവകൃഷി നടത്തുന്നിടത്ത്
തന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കാട്ടാന അങ്ങോട്ട് എത്തുകയും വലിയ രീതിയിലുള്ള ഈ ഒരു ആക്രമണം ഉണ്ടാവുകയും ഇന്ദിര കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലായിരുന്നു. അത്തരത്തിലാണ് ഈ അപകടം സംഭവിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ഇന്ദിര കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇന്ദിരയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കോതമംഗലം ടൗണിൽ തുടരുകയാണ്. സർക്കാർ പ്രതിനിധി എത്തി കൃത്യമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ ലഭിക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. പ്രതിഷേധമാണ്. മന്ത്രി വരട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഡീൻ കുര്യാക്കോസ് MP, ഒപ്പം തന്നെ മാത്യു കോൾനാടൻ MLA എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലാണ്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമുണ്ട്. ഡിവൈഎസ്പിയുമായി നേരത്തെ ഉന്തും തള്ളുമുണ്ടായി. മൃതദേഹത്തെ അപമാനിക്കുന്നതിന് കണക്ക് പറയേണ്ടി വരുമെന്നാണ് ഡീൻ കുര്യാക്കോസ് ഒച്ചയുയർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞത്. മന്ത്രിമാർ സ്ഥലത്തെത്തിയ ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ. സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി ആദിൽ പാലോട് കൂടിയുണ്ട്. ആദിൽ, ഇപ്പോൾ ഇടുക്കിയിൽ വന്യമൃഗ ആക്രമണത്തിലുള്ള അടുത്തിടെ നടന്ന 3ാമത്തെ മരണമാണിത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. സർവകക്ഷി യോഗം എപ്പോഴാണ്? ഈ അടുത്ത 9-ാം തീയതി ശനിയാഴ്ചയാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണുക. ഇടുക്കി വയനാട് ജില്ലകളിലാണ് കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇടുക്കിയിലാണ് മരണമുണ്ടായത്. ഇതിൽ പരിഹാരം എന്തൊക്കെ വേണം, അടിയന്തരമായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ഈ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ, കാട്ടാനാക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ഈ നേര്യമംഗലം റേഞ്ചിലാണ് സംഭവം ഉണ്ടായത്. അടിയന്തര യോഗം ചേരാൻ വനം മേധാവിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും ഈ പ്രതിഷേധം തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. പ്രദേശത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒപ്പം കൂടുതൽ വനം വകുപ്പ് ജീവനക്കാരെ നിയോഗിക്കുന്ന കാര്യത്തിലും ഉടനെ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും പ്രതിഷേധക്കാരുടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ന്യായമാണ്. ഈ ഒരു മരണം നടന്നതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. സർക്കാർ തലത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് പ്രതിഷേധം തണുപ്പിക്കുക, നഷ്ടപരിഹാരങ്ങൾ ആലോചിക്കുക, മാത്രമല്ല ഇനി അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും നടപടികളും എന്തൊക്കെ വേണം എന്ന് ആലോചിക്കുക എന്നതിന് വേണ്ടിയാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. മാർച്ച് 9-ന് യോഗം വിളിക്കാനുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർക്ക് വനമന്ത്രി നൽകിയിരിക്കുന്നത്. ശരി, 9-ാം തീയതി സർവകക്ഷി യോഗം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. മന്ത്രി എത്താതെ, അല്ലെങ്കിൽ മന്ത്രിമാരെത്താതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യമാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് കൃഷിയിടത്തിൽ ആടിനെ കെട്ടുന്നതിനിടയ്ക്കാണ് ഇന്ദിരയ്ക്ക് നേർക്ക് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ വീണുപോയ ഇന്ദിരയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഉണ്ടായതുപോലെ തന്നെയുള്ള സംഭവം. ഓടുന്നതിനിടയിൽ വീണുപോകുന്നു.